Merry Christmas! എല്ലാവർക്കും വോണ്ടർസ്കേപ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. ഈ ദിവസവും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ഫെസ്റ്റീവ് ഒക്കേഷനിൽ ഞങ്ങൾ ലിവർപൂളിലെ ക്രിസ്മസ് കാഴ്ചകളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ക്രിസ്മസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്, അപ്പോൾ അതൊക്കെ കാണില്ലേ? അപ്പോൾ നമ്മൾ ലിവർപൂൾ ക്രിസ്മസ് മാർക്കറ്റിലാണ് ഉള്ളത്. ഇത് ഇവിടുത്തെ സിറ്റി സെൻറ്ററിൽ തന്നെ സെൻറ്റ് ജോൺസ് ഗാർഡനിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം കൊറോണ കാരണം ക്രിസ്മസ് മാർക്കറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇക്കൊല്ലം കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലത്തെക്കാളും വിപുലമായിട്ടാണ് ഇവിടെ സെറ്റപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് റൈഡ്സ്, സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം എന്തൊക്കെയുള്ളത്. ഈ സൈഡിൽ മെയിനായിട്ട് ഫുഡിൻ്റെ സ്റ്റോൾസാണ്. ചോക്ലേറ്റ് ഡ്രിങ്ക്സ്, പിന്നെ ഇവിടെ ഡോണറ്റ്സ്, വാഫിൾസ്, സ്ട്രീറ്റ് ഫുഡ്, അങ്ങനെ ഫുൾ കഴിക്കാനുള്ള ഒരു സെക്ഷനാണ്. തൊട്ടപ്പുറത്തെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ സ്റ്റോളുണ്ട്. ചീസ് ബോട്ട്സോ അങ്ങനെ എന്തൊക്കെയാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ട് കുറേ ക്യൂരിയോസ്, നമുക്ക് ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇതൊക്കെ. ബോബിൾസ് ഉണ്ട്, അതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പ്രസ്റ്റൽസ്, അഗെയിൻ എന്തൊക്കെയോ ഹാൻഡ് മെയ്ഡ് ക്രിസ്മസ് കാർഡ്സും ബോബിൾസ്. അവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ട്. ഇവിടെ ടോയ് വിൻ ചെയ്യണ എന്തൊക്കെയോ ഗെയിംസ് ഉണ്ട്. ആകെപ്പാടെ മിഷ്മാഷ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് സ്റ്റോൾസ്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ഫെറിസ് വീലാണ്. ഇത് ആക്ച്വലി നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം, അത്രയും വലുപ്പമുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം തിരക്കുണ്ട്, ആൾക്കാർ കയറാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് കുറേ ഔട്ട്ഡോർ ഈറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. കൊറോണ ആയതുകൊണ്ട് പ്രത്യേകിച്ചും എല്ലാം പുറത്താണ്. ഈ തണുപ്പിലാണെങ്കിലും ചെറിയ ഹട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിൻ്റെ ബഹളത്തിൽ പക്ഷേ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല കേട്ടോ. ഇത് ആക്ച്വലി സാന്റാലാൻഡ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. നട്ട് ക്രാക്കറും അതേമാതിരി സാന്റയുടെ ഇതൊക്കെ ആയിട്ട് അട്രാക്ഷൻസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയിൽ അവരത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. റൈഡ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും ധാരാളം എൻജോയ് ചെയ്യാം. ട്രാംപലീൻ, ഇത് വിൻഡ് മിൽ ബാറാണ്. വിൻമില്ലിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ബാർ. മുകളിൽ ഇതങ്ങനെ കറങ്ങണ കാണാം. താഴെ ബാറിൽ നമുക്ക് പോയിട്ട് ഡ്രിങ്ക്സ് എൻജോയ് ചെയ്യാം. ആക്ച്വലി ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം ക്രിസ്മസിനോടനുബന്ധിച്ച സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഇതൊരു കമ്മ്യൂണിറ്റി ഒരു സ്പിരിറ്റ് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ ലോക്കൽ ആൾക്കാരുടെ സ്റ്റോൾസാണ്. മെയിൻലി ഫുഡ് സ്റ്റോൾസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, പിന്നെ കരകൗശല വസ്തുക്കൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെല് ചെയ്യണത്. പിന്നെ ഓഫ് കോഴ്സ് പബ്സ്, ബാർസ്, അവരും ഇവിടെ സ്റ്റോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അതാണത്. അങ്ങനെ എന്തായാലും ബാക്കി എന്തൊക്കെ ഇവിടെ ഉള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ പിന്നിലൊരു ടെൻറ്റ് ഷേപ്പിൽ, അതൊരു ബാറാണ്. നല്ല കൗതുകണ്ട കാണാൻ. അവിടെ കരയോക്കെയോ മ്യൂസിക്കോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് സിറ്റി സെൻറ്ററിലെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാണ്.
അവിടെയുള്ള ക്രിസ്മസ് കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ യു കെയിൽ ക്രിസ്മസിൻ്റെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മെയിൻ ഏരിയാസിൽ സിറ്റി സെൻറ്ററിലൊക്കെ അവർ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീയും നല്ല ഹൈറ്റ് ഉണ്ടാവും. ഇതെനിക്ക് കൊണ്ട് ഒരു 10-50 അടി ഹൈറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഈ ക്രിസ്മസ് ട്രീയിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ പോവാം. നമുക്ക് എന്തായാലും അത് പോയി നോക്കാം. വാവ്, നമുക്ക് എന്താ രസം. ഇതൊക്കെ ഓരോ ലൈറ്റ്സ് ആണേ. അത് നമുക്കിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കാണാം, ഫുള്ള് ഇങ്ങനെ മുകളിലേക്ക്. അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറുമ്പോൾ അതിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഡ്രീം ലാൻഡോ എന്തോ ഒരു വന്ന പോലെയാണ്. അടിപൊളി. ഇതൊരു വർത്താണ് കേട്ടോ. ക്രിസ്മസ് ഫെസ്റ്റീവ് സീസണാണ്. അപ്പോൾ ആക്ച്വലി ഫാമിലീസും ഫ്രണ്ട്സും ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയമാണ്. എല്ലാവരും ഒരു സെലിബ്രേറ്ററി മൂഡുള്ള സമയമാണ്. അതിൻ്റെ ഇത് നമുക്ക് സിറ്റി സെൻറ്ററിൽ വന്നാൽ കാണാം. എല്ലാവരും തിരക്ക് പിടിച്ച് ഷോപ്പിംഗ് ആണ്, സാധനങ്ങൾ വാങ്ങാനും ഗിഫ്റ്റ് ചെയ്യാനുമുള്ള. ബാക്കിൽ വേറൊരു ക്രിസ്മസ് ട്രീ കാണാം. അത് ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. മുകളിൽ സ്റ്റാർ പോലെ ഒരു ഗോളാകൃതിയിലുള്ള എന്തോ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു പടുകൂറ്റൻ റെയിൻഡിയർ ഉണ്ട്. നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കാം. ആനയുടെ ഒക്കെ നാട്ടാൻ തൊഴണ പോലെ റെയിൻഡിയറിൻ്റെ നാട്ടാൻ തൊഴാം നമുക്ക്. അവിടെ വേറൊരു റെയിൻഡിയർ ഉണ്ട്, അത് കാണാൻ പോവാം. സോറി, ഇത് ഒരു കളർ ചേഞ്ചിങ് റെയിൻഡിയർ ആണ്. കുട്ടികളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. തേർഡ് ട്രീ ഓഫ് ദ ഡേ. ഹാർട്ടിൻ്റെ ഒരു ഡിസൈനൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതാവും ഏറ്റവും ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ, ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീ ലിവർപൂളിലെ. എന്താ രസിച്ചാലേ താഴത്ത് ബാറാണ്. അപ്പോ അതന്നെ ബാർ ഹട്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഡ്രിങ്ക്സ് കഴിക്കാം, എന്തൊക്കെയാ വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതാണ് ഇതൊക്കെ ചെറിയൊരു കൂപ്പ പോലെ നമുക്ക് ഇവിടെ ഉണ്ട് സൈഡിലൊക്കെ. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വല്ലതും വേണമെങ്കിൽ അങ്ങനെ ആവാം. ഇത് തിരക്കൊന്നുമില്ല. അതാ നമുക്കിങ്ങനെ ചെറിയ ക്യാബിൻസ് പോലെ നമുക്ക് ചെയ്യാം. 5-6 പേരായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ഉണ്ട്. ഇടലം നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല വെൽ ഡെക്കറേറ്റഡ്, കുറേ മരങ്ങളും ലൈറ്റ്സും ഒരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അടിപൊളി. അതന്നെ. ആൾക്കാർ എൻജോയ് ചെയ്യണു, ഡ്രിങ്ക്സ് കഴിക്കണു, TV കാണുന്നു, ഡാൻസ് ചെയ്യണു. നമ്മൾ ലിവർപൂൾ 1 ഷോപ്പിംഗ് സെൻറ്റർ കണ്ടില്ലേ, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഇവിടെ അടിപൊളി ഡെക്കറേഷൻ ആട്ടോ, ലൈറ്റിങ്ങും
ഇത് ട്രീ ഷേപ്പിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ വാക്ക് വേ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ നടക്കാം. ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റോയൽ ആൽബർട്ട് ടോക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയും കുറേ ലൈറ്റിങ്സ് ഉണ്ട് ക്രിസ്മസ് പ്രമാണിച്ച്. സ്ഥിരം ഉണ്ടാവാറിലാണ് എല്ലാ കൊല്ലവും. കഴിഞ്ഞ കൊല്ലം അത്രയ്ക്ക് ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉള്ളത് നോക്കാം. വരും. ഇവിടെ നമ്മളെ സ്വാഗതം ചെയ്യാൻ തന്നെ 2 ആൾക്കാരിങ്ങനെ നല്ല ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിട്ട് ഇവിടെ ഉണ്ട്. ഗോൾഡൻ ആൻഡ് ബ്ലൂ കളറിലാണ് മെയിനായിട്ട് ഈ ഭാഗത്ത്. ഇവിടുത്തെ മരങ്ങളും വഴിയും ബിൽഡിങ്സും എല്ലാം ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ലിവർപൂൾ പിയർ ഹെഡ് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ടിൻ്റെ മുകളിൽ കുറേ ഇതുപോലത്തെ റൈഡ്സ് അതേമാതിരി ഭക്ഷണശാലകളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. നല്ല തിരക്കും നല്ല വൈബുമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ റൈഡ്സിൽ കയറുന്നു. കണ്ടാൽ തന്നെ ചിലത് നമുക്ക് തലറങ്ങും, അങ്ങനത്തെ റൈഡ്സാണ്. പിന്നെ അപ്പുറത്ത് ഐസ് റിങ്ക് ഉണ്ട്, അതിൽ ഗംഭീര തിരക്കാണ്. എല്ലാവരും ഐസിൽ ഇത് ചെയ്യുന്നുണ്ട്, സ്കേറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ അതൊക്കെയാണ് ലിവർപൂൾ ക്രിസ്മസ് വിശേഷങ്ങൾ. ഇവിടുത്തെ വർണ്ണാഭമായ കാഴ്ചകളും മറ്റും നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വിശേഷങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ബ്ലോഗിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും വായിക്കുക. www.wonderscapes365.com എന്നാണ് ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര്. പിന്നെ ഇനിയിപ്പോൾ പുതിയ വർഷം ആവാറായി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. പുതിയ വർഷം നമുക്കെല്ലാവർക്കും നന്മകളും സന്തോഷങ്ങളും സമാധാനവും ആരോഗ്യവും കൊണ്ട് വരട്ടെന്ന് ആശംസിക്കുന്നു. അടുത്ത തവണ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.